സ്കോർപിയോ ഫുൾ വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിൽ വന്നാണ് വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ ബോഡിയുടെ അവസ്ഥ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്കോർപിയോ ഒരെണ്ണം വന്നിട്ടുണ്ട്, കഴിഞ്ഞൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കും. കോൽക്കലൊക്കെ ഇവിടെ ഗുഡ് മോർണിംഗ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് ഗാരേജിൽ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഞങ്ങളിവിടെ ലേബറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് വീക്കിലിയാണ് കേട്ടോ. വീക്കിലി ശനിയാഴ്ച എൻഡിലാണ് ലേബറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏകദേശം 12 വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ 12 വർക്കേഴ്സും ഓരോരോ പണിയിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾക്ക് ഒരു വൈറ്റ് ഇന്നോവ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാച്ച് വർക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ അയച്ചു നോക്കിയപ്പോൾ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്കോർപിയോ ഒരെണ്ണം വന്നിട്ടുണ്ട്, കഴിഞ്ഞൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആ സ്കോർപിയോ നമ്മൾക്ക് ഇന്ന് എടുത്തിട്ട് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതേപോലെ ഒരു ടവേര ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടവേരയുടെ സീറ്റ് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഡെലിവറിക്ക് കുറച്ച് ടൈം എടുക്കും. അതേപോലെ ഒരു ബ്ലൂ ഇന്നോവ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും സീറ്റ് ഡിലേ വരുന്ന കാരണം കുറച്ച് ടൈം എടുക്കും, ഡെലിവറിക്ക് ലേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ബൂത്തിൽ ഒരു പേൾ വൈറ്റ് വണ്ടി കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പുറത്തേക്ക് പോകാം നമുക്ക്. വേറെ ഒരെണ്ണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ പോളിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതിന് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇപ്പോൾ ഡിലേ വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ പാച്ചൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ഒരു വണ്ടിയുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. MH രജിസ്ട്രേഷൻ ഒരു എത്യോസാണിത്. ഇത് നമ്മൾക്ക് ഫുൾ പെയിൻറ്റിങ്, സീറ്റ് വർക്ക്, ഫ്ലോർ മാറ്റ് അങ്ങനെയൊക്കെ ഫുൾ വർക്കിന് വേണ്ടിയിട്ട് വന്നാണ് ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ചുറ്റിലുള്ള പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ടോപ്പിലൊരു ഡെൻ്റ് ഉണ്ട്. ഇതൊരു ഡെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂഫും കാര്യങ്ങളൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാബേട്ടൻ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പാച്ച് വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് പുറത്തേക്ക് ഇറക്കിയിടാം. എന്നിട്ട് അടുത്ത് നമുക്ക് സ്കോർപിയോ കയറ്റാനുള്ള പരിപാടി നോക്കാം കേട്ടോ. നമ്മൾക്ക് കുറിച്ച് വെച്ചിട്ടാണ് കയറ്റാൻ പറയുമ്പോൾ. സ്കോർപിയോയ്ക്ക് ലിവറായിട്ടൊരു വള്ളിയാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ജമ്പ് കൊടുക്കേണ്ടി വരും. ചാർജില്ല ബാറ്ററി. കോൽക്കലൊക്കെ ഇവിടെ ജിം കറോ. ബാറ്ററി ജമ്പ് ചെയ്യാൻ പോകണവൻ. കണക്ഷനൊക്കെയാണ്, പക്ഷേ ഞാൻ ഇന്നലെ അടിച്ചു നോക്കിയപ്പോൾ അത് വലിച്ചിട്ട അടിക്കണേ. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. वीडियो शूटिंग हो रहा है अभी।
നമ്മളുടെ ഈ ഒരു വണ്ടി ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം നമുക്ക് ഫ്ലോർ അയച്ചിട്ട് ഫ്ലോറിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതിനുശേഷം ബാക്കി പരിപാടി നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഈ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ വന്നൊരു വണ്ടിയാണ്. അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒരു കസ്റ്റമർ ചില വാഹനങ്ങൾ എടുക്കാനായിട്ട് നിർബന്ധിതപ്പെടാന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിർബന്ധമായിട്ടും നമുക്കത് എടുത്തേ മതിയാവും എന്നുള്ള രീതിയിൽ എടുത്തൊരു വണ്ടിയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ മുന്നൊരു വണ്ടി ഈ ഒരാളുടെ നിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അതായത് കസ്റ്റമർക്ക്, നമ്മളുടെ കസ്റ്റമർക്ക് RC ബുക്ക് കൊടുത്തില്ല വാഹനത്തിൻ്റെ. അപ്പോൾ കസ്റ്റമർക്ക് RC ബുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക, വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്, ചെക്കിങ്ങിലൊക്കെ RC ബുക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടുപോയ രീതിയിലായിരുന്നു കസ്റ്റമർക്ക് നിർബന്ധമായിട്ട് ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പെട്ടുപോയ ഒരു വണ്ടിയാണിത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഉണ്ട്. അപ്പോൾ വർക്ക് ഫുള്ളായിട്ടാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, RC ബുക്കും കാര്യങ്ങളൊക്കെ കൈയോടെ തന്നെ ഫസ്റ്റ് എന്തായാലും നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ പോകുമ്പോൾ വാങ്ങിയിരിക്കണം. അത് അവർ മാറ്റിത്തരാം എന്നും പറഞ്ഞിട്ട് തപാലിൽ അയക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ തന്നെ ഒരു ഏകദേശം 800 രൂപയൊക്കെ ചിലവ് വരുള്ളൂ RC ബുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ കൈയോടെ തന്നെ നിങ്ങൾ RC ബുക്കും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തേക്കാം. കാരണം ചീറ്റിങ് ചെയ്യുന്ന ആൾക്കാർ എവിടേക്ക് ഇരിക്കണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും, ചില വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പെട്ടുപോയൊരു വണ്ടിയാണ് ഈ വണ്ടിയല്ല, മറ്റൊരു വണ്ടി. അപ്പോൾ അതിന് RC ബുക്ക് കിട്ടാത്ത കാരണം ആ വണ്ടി തിരിച്ചു കൊടുത്തിട്ട് ഈ വണ്ടി ആൾക്ക് നിർബന്ധമായിട്ട് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പെടുന്ന ആൾക്കാരുണ്ട്, നിങ്ങളും സൂക്ഷിക്കുക. കാരണം കസ്റ്റമർക്ക് ഇപ്പോൾ എത്ര കോസ്റ്റ് വരുന്നൊന്നും എനിക്കും പ്രോപ്പറായിട്ടൊരു എസ്റ്റിമേറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ആ വണ്ടി ഫുള്ളായിട്ട് ഇന്ന് കാണിക്കണില്ല. ഞാൻ ആ വണ്ടിയുടെ ഒരു ഫില്ലർ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊന്നും കാണിക്കണില്ല, കാരണം ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതേ ആണ് വണ്ടിയുടെ ഫില്ലർ, റൈറ്റ് സൈഡ് ഫില്ലറാണിത്. അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കസ്റ്റമർക്ക്. ഓക്കെ, അടുത്തത് പെയിൻറ്റ് ചെയ്യുന്ന വണ്ടി തന്നെ. അപ്പോൾ നമ്മളിത് കയറ്റിയിട്ടു, മറ്റേത് ഇറക്കിയിട്ടുണ്ട്. മറ്റേത് പേൾ വൈറ്റ് അടിച്ചാൽ എക്സസ് പേൾ വൈറ്റാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അതിന് വണ്ടി എക്സസ് പേൾ എന്ന് പറഞ്ഞാലേ നല്ല ഉദിച്ചിരിക്കണ ഒരു പേളാണ്. ഈ പോളിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മുടെ സ്കോർപിയോ ഇന്നർ പാനലുകളും കാര്യങ്ങളും സീറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞു. അയച്ചു കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റുകൾ സൈഡ് വശങ്ങളിലൊക്കെ റസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്.
സെൻറ്റർ വശങ്ങൾ കുഴപ്പമില്ല, സൈഡ് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതെ ഈ അവസ്ഥയൊക്കെയാണ്. പക്ഷേ സെൻറ്ററിലുള്ള ഭാഗം മാത്രം കുഴപ്പമില്ല. പക്ഷേ സൈഡ് വശങ്ങൾ നമുക്ക് പാച്ച് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ബമ്പർ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഡസ്റ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഇത് ഒരു പാച്ച് വർക്ക് തീർന്നൊരു വണ്ടിയാണ്. പ്രൈമറി ബോഡി ഫില്ലർ അപ്ലൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പ്ലാറ്റ്ഫോം പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൈമർ അടിക്കാനുള്ള പണിയിലാണ് കേട്ടോ ഇവിടെ രവിചേട്ടന് ആക്കിയിട്ട്. CarJJ V2 ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കും വാഗണറിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നാഡോഗരെ വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാരേജിൽ നടക്കുന്ന കുറച്ച് വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ ഇവിടെ ആനന്ദ് ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡ് കഴിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡ് നോയ്സാണ് ഈ വണ്ടിക്കുള്ള കംപ്ലയിൻ്റ് ആയിരുന്നത്. അപ്പോൾ ഡാഷ്ബോർഡ് അയച്ച് അതിൻ്റെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ക്രൂ ബോർഡും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ പെയിൻറ്റിങ് കറക്റ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും